ഈദ് എത്തുന്നതിന് മുൻപായി തന്നെ പെരുന്നാൾ തലേന്നിന്റെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച സൗദിയിലെ മലപ്പുറം കൂട്ടായ്മ റിയാദിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒപ്പനയും മൈലാഞ്ചി രാവും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. നാടൻ വിഭവങ്ങളും ഉത്പന്നങ്ങളുമായി ഒരുക്കിയ മലപ്പുറം തെരുവും പരിപാടിയിൽ വേറിട്ട കാഴ്ചയായി. നാട്ടിൽ പോയിട്ട് പെരുന്നാള് തെറ്റിപ്പോയി. ഓണമാണ് സ്റ്റാർട്ടിങ് പറ ആദ്യം. മലപ്പുറത്തിന്റെ മനസ്സറിഞ്ഞ സ്നേഹത്താൽ നിറഞ്ഞിരുന്നു റിയാദിലെ ഷോലാമാളിന്റെ നടുമുറ്റം. പാട്ടും കളിയും ആഘോഷങ്ങളുമായി ആർമാദിച്ച പെരുന്നാൾ രാവ്. ഈദ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സൗദിയിൽ ഈദാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഏത് ആഘോഷമാണെങ്കിലും ആ ആഘോഷ ദിവസത്തേക്കാൾ രസമായിരിക്കും അതിൻ്റെ തലേന്ന്. സൗദിയിലും ഒരു ഈദിൻ്റെ തലേന്ന്, പെരുന്നാൾ തലേന്ന് ഒരുക്കിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് പുള്ളിത്തട്ടോ ഒക്കെ ഇട്ട് ഒപ്പന കളിക്കാനുള്ള കുഞ്ഞുങ്ങളെ കാണാം. അത്തരത്തിലുള്ള ഒരുപാട് പരിപാടികളാണ് ഇന്നിവിടെ കാണാൻ പോകുന്നത്. എന്താണ് വിശേഷം? സുഖാണ്. എൻ്റെ പേര് അനിക്ക. ഒപ്പനയാണ് ഇന്നല്ലേ? ഒക്കെ റെഡിയാണോ? ആരാണ് പഠിപ്പിച്ചിരുന്നത്? ബിന്ദു ടീച്ചർ. ബിന്ദു ടീച്ചർ. നല്ല വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് വെറൈറ്റി? അടിപൊളി. ടീച്ചർ, ഈ കുട്ടികളൊക്കെ എത്രയും കുട്ടികളെ ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി പഠിപ്പിക്കുന്നത്? എന്റെ ക്ലാസ്സിലുള്ള പിള്ളേർ തന്നെയാണ്. എന്താണ് സ്കൂള്? നവ്യ ഡാൻസ് അക്കാഡമി. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഹൈലൈറ്റ് നിങ്ങളുടെ ഒപ്പനയാണോ? ആഘോഷത്തിന് വേണ്ട ചേരുവകളെല്ലാം പാകത്തിന് ചേർത്തിരുന്നു മിയ എന്ന മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ. അപ്പോൾ ഈ കാണുന്ന ഗ്യാങ് ആണ് ഈ ഒരു പരിപാടി, ഇപ്പോൾ ഇവിടെ വലിയ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞങ്ങൾ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ 3 വർഷമായിട്ട് നടത്തിക്കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് മൈലാഞ്ചി ഫെസ്റ്റ് എന്ന് പറയും. പെരുന്നാൾ തലേന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. ഈദാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നിവിടെ മൈലാഞ്ചി ഫെസ്റ്റ് നടക്കുന്നുണ്ട്. കലാ പ്രോഗ്രാമുകളുണ്ട്, ഒപ്പന, അതുപോലുള്ള പരിപാടി ഉണ്ട്. വിശാലമായ ഫുഡ് സ്റ്റാളുകൾ, ആളുകൾക്ക് വാങ്ങാനുള്ള സ്റ്റാളുകൾ ഷോലാമാൾ അൽവഫയിൽ വെച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. മലപ്പുറം അങ്ങാടിയെ സ്മരിക്കുന്ന പ്രൗഢമായ തെരുവ്. ഉപ്പിലിട്ടത്, തുണിത്തരങ്ങൾ, പലഹാരങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ഒരുപാട് സ്റ്റാളുകളുണ്ട്. അതിൽ ഡ്രസ്സും മറ്റുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ട്. സത്യത്തിൽ ഒരു പെരുന്നാൾ പ്രതീതിയാണ് എല്ലാവർക്കും ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാട് സ്റ്റോളുണ്ട്. നമ്മൾ ഇട്ടിരിക്കുന്നത് ഡ്രസ്സിൻ്റെ സ്റ്റോളാണ്. പിന്നെ മലപ്പുറം കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്നും കൂടി നിൽക്കുന്ന ഒരു ഇതാണ്. ഏതൊരു ജില്ലേനേക്കാളും കൂടുതൽ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന മലപ്പുറം ടീമാണ്. അതിൻ്റെ ഒരു ഇത് ഇവിടെയും കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു പ്രവാസിയായിട്ട് കൂടി ഇത്രയും ആഘോഷം ഇവിടെ നടത്താൻ പറ്റുന്നുണ്ട്. പെരുന്നാളിന് മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് ചിലരെല്ലാം. ഒന്നാമത് ആരെത്തുമെന്ന പ്രതീക്ഷയും. ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഫറീന. ഞാൻ മലപ്പുറത്താണ്, പക്ഷേ ബോൺ ആൻഡ് ബോട്ട് കോയമ്പത്തൂരാണ്. നാട്ടിലാണ് ഇങ്ങനെ മൈലാഞ്ചി ഫെസ്റ്റ് എല്ലാം കണ്ടിട്ടില്ല, പക്ഷേ റിയാദിൽ ഫസ്റ്റ് ടൈമാണ്. ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. പൊതുവെ ഞങ്ങൾക്ക് നാട്ടിലാണ് മത്സരം. പിന്നെ മെഹന്തി ഇടലും എൻജോയ്മെൻറ്റും ഒക്കെ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കാലം ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാം കൊണ്ടും ആഘോഷമാണ്. ഇന്ന് മെഹന്തി മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ നന്ദി. മൊഞ്ചത്തിമാരുടെ ഒപ്പന കൂടിയായപ്പോൾ ആവേശം അങ്ങേതല എത്തിയിരുന്നു. നാടിന്റെ മണവും ഓർമ്മകളും പെയ്തിറങ്ങിയ പെരുന്നാൾ രാത്രി. ഞങ്ങൾക്ക് നാട്ടിലെത്തി പെരുന്നാൾ ആഘോഷിക്കുന്ന അതേ വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാ മലപ്പുറംകാരും എല്ലാവരും ചേർന്ന് നല്ലൊരു അടിപൊളി പെരുന്നാൾ രാവാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഗിഫ്റ്റും കിട്ടി. വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇവിടെ മൈലാഞ്ചി ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമും കൂടി വന്നപ്പം കുറച്ചുകൂടി ഗംഭീരമായി പ്രോഗ്രാംസ്. എന്തായാലും ഒരു നമ്മുടെ നാട്ടിലെ ഒരു പെരുന്നാൾ തലേന്നിന്റെ ഒരു ഫീലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായും അതാണ് ഞങ്ങളുടെ മൈൻഡിലുള്ളത്. എന്താണ് നമ്മുടെ ഇവിടെ വന്ന പ്രേക്ഷകരൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വളരെ സപ്പോർട്ടീവാണ്. നമ്മളെ മുൻ വർഷങ്ങളിൽ കണ്ട് പരിചയപ്പെട്ട, ഇതിനോട് ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടെ വന്ന് നമ്മൾ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നതും. നമ്മളെ പറ്റി ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ ഷിഹാബുദ്ദീൻ, SFPR, ഉമർ അലി, ഷമീർ കല്ലിക്കൽ, അബ്ദുൽ കരീം. അപ്പോൾ എന്തായാലും സൗദിയിലെ പെരുന്നാൾ തലേന്ന് ഇവിടെ പുരോഗമിക്കുകയാണ്.
വരും ദിവസങ്ങളിലും സൗദിയിലുടനീളം ഈ ഇത്തരത്തിലുള്ള പെരുന്നാൾ തലേന്നും അതോടൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷങ്ങളും തുടരും. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.